ഊട്ടിയിൽ പോകുമ്പം സ്ഥിരം പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതെല്ലാം മാറ്റി നിർത്തി ഒരു തിരക്കുമില്ലാതെ ഊട്ടിയുടെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നൊരു റൂട്ടുണ്ട്. അധികമാരും എത്തിപ്പെടാത്ത നമ്മുടെ അവലാഞ്ചി. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പം ഊട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള തലൈക്കുന്ത എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്നാണ് സ്നോഫാൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലേ എന്തായാലും കാണണം. ഊട്ടിയുടെ യഥാർത്ഥ ഭംഗിയും ഊട്ടിയുടെ കാഴ്ചയും എല്ലാം ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. തലൈക്കുന്ത എന്ന് പറയുന്ന അങ്ങാടിയാണിതാ ഈ കാണുന്നത്. രാവിലെയൊക്കെ ഇവിടെ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ട്. മസനഗുഡിയിലേക്ക് പോകുന്ന റോഡിന് തിരിഞ്ഞിട്ടേ ഫസ്റ്റ് കാണുന്ന റൈറ്റിലേക്കുള്ള റോഡിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. നമ്മളിതിലെ പോകുന്നതേ അവിടെ മൊത്തമായിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടികളെല്ലാം ഇപ്പം ഈ ഒരു റൂട്ടിലാണ് തിരിച്ചു വിടുന്നത്. ഇതുവരെ നമ്മൾ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്തിട്ടില്ല. നിങ്ങളും ഒരു പക്ഷേ ഈ ഒരു റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. ഊട്ടിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഊട്ടിയുടെ ഒരുവിധം ഭംഗിയൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ ആസ്വദിക്കാൻ പറ്റും. താഴെ ഭാഗത്തേക്ക് മൊത്തമായിട്ട് കാരറ്റ് കൃഷിയാണ്. അങ്ങേ അറ്റം വരെ ഇവിടെ ഇതേപോലത്തെ കാഴ്ചകളാണ്. ഇനി നിങ്ങൾ വരുന്ന സമയത്ത് തലൈക്കുന്തയിൽ നിന്നും മസനഗുഡി റൂട്ടിലേക്ക് തിരിഞ്ഞിട്ട് ആദ്യം കാണുന്ന റൈറ്റിലേക്ക് തിരിയുന്ന റോഡിന് വന്നാലേ ഇതേപോലത്തെ കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ടേ ഇതേപോലത്തെ ഒരുപാട് വീടുകളും ഭംഗിയും ഒക്കെയാണ് കാണാനുള്ളത്. കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതേപോലത്തെ ഫ്രെയിമൊക്കെ കാണുന്ന സമയത്തെ എങ്ങനെയാണ് ഇറങ്ങാതിരിക്കുക? എന്തായാലും ഇവിടെ ഇപ്പം കാരറ്റ് വിളവെടുക്കുന്ന സമയമാണ്. ഇതേപോലെ കാരറ്റെല്ലാം വിളവെടുക്കുന്നത് കാണുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു കാരറ്റിന് പോലും ഒരു ഡാമേജും വരാതെയാണ് ഇവരിത് കൊത്തിയെടുക്കുന്നത്. അതേപോലെ തന്നെ അവിടുന്ന് കൊത്തിയെടുത്ത സാധനങ്ങൾ ഇങ്ങനെ നിരനിരയായി വെച്ചത് കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവർ ഇതേപോലെ ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. നമുക്ക് വേണമെങ്കിലേ ഇവരുടെ അടുത്തുനിന്ന് കാരറ്റ് വാങ്ങാനും പറ്റും. ഇവിടുന്ന് പറിച്ച് റോഡ് സൈഡിലൊക്കെ വിൽക്കുന്ന ആളുകളെടുത്തേ നമ്മുടെ നാട്ടിലെ വിലയൊക്കെ ചിലപ്പം കൊടുക്കേണ്ടി വരും കാരറ്റിനെ. പക്ഷേ ലൈവായിട്ട് ഇവർ പറിച്ച് നമുക്ക് തരുന്ന സമയത്തെ ഒരു 10 രൂപ കൂടിയാലും അത് വാങ്ങുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മൾ ഊട്ടിയിലേക്കുള്ള മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഈ മാസങ്ങളിലാണ് ഊട്ടിയുടെ യഥാർത്ഥ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ബ്ലോക്കും ഒക്കെയാണ് ഇപ്പം ഊട്ടിയിൽ. ഊട്ടിയിൽ നിന്നും അവലാഞ്ചിയിലേക്ക് 27 കിലോമീറ്ററിനടുത്ത് ദൂരം നമുക്ക് പോകാനുണ്ട്. മുന്നിലെ ബൈക്കിലെ ആളുടെ തോളിൽ കണ്ടോ? ഗണ്ണാണ്. പോലീസുകാരനാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗണ്ണുമായിട്ടൊക്കെ ഇതേപോലെ പോകാനേ വേറെ ഒരു മൂഡ് തന്നെ അല്ലേ. നമ്മൾ രാത്രിയിൽ 12 മണിയാവുന്ന സമയത്ത് നാട്ടിൽ നിന്നും പോന്നിട്ട് ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും തലൈക്കുന്ത എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ അവിടുത്തെ തണുപ്പെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. സ്നോഫാൾസും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പം വരുന്നത്. ഇപ്പം ഒരു 10:30 മണിയായിട്ടേ ഉള്ളൂ. എന്താ ചൂടെന്നറിയോ? അതാണ് ഊട്ടിയുടെ പ്രത്യേകത. രാവിലെ കൊടും തണുപ്പാണെങ്കിലും വെയിൽ വന്നാലേ ഒരു രക്ഷയില്ലാത്ത ചൂടായിരിക്കും. പക്ഷേ തണുത്തൊരു കാറ്റുണ്ടാവും. ഈ ഒരു ക്ഷേത്രം എങ്ങനെയുണ്ട്? റോഡിൻ്റെ തൊട്ടടുത്താണ്, പക്ഷേ എന്തോ ഒരു ഭംഗിയുണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. താഴെ ഭാഗത്തേക്ക് ഇതേപോലെയാണ്. നമ്മൾ വരുന്ന സമയത്ത് കണ്ട കാഴ്ചകളെ പോലെ തന്നെയാണെങ്കിലും ഓരോരോ ഫ്രെയിമും വ്യത്യസ്തമാണ്.
നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിൽ എവിടെ നിർത്തിയാലും വ്യൂ പോയിൻ്റ് തന്നെയാണ്. അങ്ങനെ പ്രത്യേകം വ്യൂ പോയിൻ്റ് ആണ് എന്ന് പറയേണ്ട ഒരാവശ്യമില്ല. എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ ഭംഗി തന്നെയാണ് ഉള്ളത്. നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടിൽ അധികമാരും പോയിട്ടില്ല. ഊട്ടിയിൽ ഏതൊരു ഭാഗത്തേക്ക് പോയാലും ക്യാരറ്റും ബീട്രൂട്ടും കേബേജും അങ്ങനെ വേണ്ട എല്ലാ കൃഷികളും ഉള്ള സ്ഥലമാണ് നമ്മുടെ ഊട്ടി. നമ്മളിരിക്കുന്ന ഫ്രെയിം കണ്ടോ? ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വന്നിട്ടുള്ളത്. വീട്ടിൽ നിന്ന് വരുന്ന സമയത്തെ ചിക്കനെ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് വരട്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണിപ്പം കഴിക്കുന്നത്. ചപ്പാത്തി ഉണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് നല്ലത്. പക്ഷേ ഫുഡ് കഴിച്ച് അതിൻ്റെ വേസ്റ്റ് അവിടെയും ഇവിടെയും ഒന്നും നിങ്ങൾ വലിച്ചെറിയരുത്. ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് അവലാഞ്ചിയിലേക്ക് പോകേണ്ടത്. ശരിക്കും ഒരു ഉൾഗ്രാമത്തിലേക്ക് പോകുന്ന പോലെയാണ് തോന്നുക. ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് നീലഗിരി ജില്ലയിൽ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവും. അത്രയും ഭംഗിയുള്ള ഫ്രെയിമുകൾ മാത്രമാണ് മുൻപോട്ട് കാണുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? എന്ത് ഭംഗിയാണല്ലേ ഇവിടുത്തെ ഓരോരോ ഫ്രെയിമും കാണാൻ വേണ്ടിയിട്ട്. വർഷത്തിൽ 5000 മില്ലിമീറ്ററിൽ അധികം മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ വർഷങ്ങളിലും ഇവിടെ ലാൻഡ് സ്ലൈഡും അതേപോലെ തന്നെ ഫ്ലഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു വീടും അതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഒരു മല മൊത്തമായിട്ട് ക്യാരറ്റാണ്. അതിനപ്പുറത്തു നിന്നൊക്കെ ആളുകൾ പണിയെടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫ്രെയിമൊന്നും നമ്മളെ ഒരു കാലത്തും മറക്കില്ല കേട്ടോ. ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ്. അതുകൊണ്ട് ഒരുവിധം എല്ലാ ആളുകളും കൃഷിപ്പാടത്ത് തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും കുറച്ച് ആളുകൾ ഇതായി ഇവിടുന്ന് പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ സ്ഥലത്തും പണിയെടുക്കുന്നത് അധികവും സ്ത്രീകളാണ്. ഊട്ടിയിൽ വരുന്ന സമയത്ത് എല്ലാ ആളുകളും ഊട്ടിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ കണ്ട് ആ ഒരു തിക്കിലും തിരക്കിലും ബ്ലോക്കിലും ഒക്കെ പെട്ട് ഒരുപാട് സമയം കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു പോവാറാണ് പതിവ്. ഇനി നിങ്ങൾ വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരുപാട് ഉൾഗ്രാമങ്ങളുണ്ട്. അതേപോലത്തെ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു റൂട്ടിലൊക്കെ ആളുകളും വളരെ കുറവായിരിക്കും, തിരക്കും കുറവായിരിക്കും. നമ്മൾ എമറാൾഡൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എമറാൾഡ് ലേക്കും എമറാൾഡ് വ്യൂ പോയിൻറ്റും ഒക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു. മുൻപോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കണം. നമുക്കിതാ 130 രൂപയാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റാണ്. കാടെന്ന് വെച്ചാലേ നല്ല ഭംഗിയുള്ള കാട്. ഇത്രയും സമയം വെയിലിനെ നല്ല ചൂടുണ്ടായിരുന്നു. ഈ ഒരു കാടിനുള്ളിലേക്ക് കയറിയപ്പോഴേക്കേ നല്ല തണുത്ത കാറ്റുണ്ട്. ചിലപ്പം ഈ ഒരു കാടിനുള്ളിലൊക്കെ കാട്ടുപോത്തിനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ കാഴ്ചയും ഭംഗിയും പറഞ്ഞാലൊന്നും തീരില്ല. വീഡിയോ എടുത്താലും മൊത്തമായിട്ട് കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണാനും പറ്റില്ല. നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചയുടെ അടുത്തേക്ക് എത്തില്ല, എത്ര നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചാലും. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. ഇവിടുന്ന് അങ്ങോട്ട് റോഡിന് വീതി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓരോരുത്തന്മാർ ഇതാ ഇതേപോലെ വന്നാലേ പണി കിട്ടും. കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും റോഡിൻ്റെ മുകളിൽ ഇതാ ഇവരെ നിൽപ്പ് കണ്ടോ? എത്ര ഹോണടിച്ചിട്ടും ഒരു കാര്യവുമില്ല, ഒരു പേടിയുമില്ല. ഇവർ തന്നെ തീരുമാനിക്കണം മാറണമെന്ന്. എന്തായാലും ഇത് കണ്ടോ ഇവൻ്റെയൊക്കെ കൊമ്പ്. ഞാൻ വിചാരിച്ചത് എൻ്റെ വണ്ടിയുടെ സൈഡും ഗ്ലാസും ഒക്കെ പോയെന്നാ. എന്തായാലും ഒന്നും പറ്റിക്കാതെ ആൾ മെല്ലെ പോയിട്ടുണ്ട്. ഇതിലെ പോകുന്ന സമയത്ത് നമുക്ക് ഇവന്മാരെ കാണേണ്ടി വരും. ഇവന്മാർക്ക് ഒരു പേടിയുമില്ല. അതുകൊണ്ട് നമ്മൾ മിണ്ടാതെ സൈഡ് ഒതുക്കിയിട്ട് നിർത്തുക. അവർ മാറി തരുന്ന സമയത്ത് നമുക്ക് പോവാം. അങ്ങനെ കുറച്ച് ദൂരം കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് നമ്മളിതാ അവലാഞ്ചിയുടെ പാർക്കിങ്ങിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല പോലെ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ വണ്ടി വെച്ചിട്ടേ ഇനി അങ്ങോട്ട് നടന്നു നോക്കാം.
രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ മാത്രമേ ഇവിടെ എൻട്രൻസ് ഉള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം. അതേപോലെ തന്നെ ജീപ്പ് സഫാരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാനുണ്ട്. ഇവിടേക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടും വരാം, ബസ്സിനകത്തും വരാൻ പറ്റും. ഊട്ടിയിൽ നിന്നും 11:15 അവലാഞ്ചിയിലേക്കൊരു ബസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് അവലാഞ്ചി ലേക്കാണ് കാണാനുള്ളത്. പൈൻ ഫോറസ്റ്റിനുള്ളിലൂടെ വേണം നമുക്ക് ആ ഒരു ലേക്കിനടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട്, പക്ഷേ ആളുകളെ അങ്ങനെ ഒന്നും കാണുന്നില്ല. വേറെ ഒന്നുമല്ല, ഇവിടുന്ന് മുൻപോട്ടേ കുറച്ചധികം ദൂരം നടന്നിട്ട് പോകാനുണ്ട്. അങ്ങേ അറ്റം വരെ നമുക്കിപ്പം പോകാൻ പറ്റും. നല്ല പോലെ വെള്ളമുള്ള സമയത്തെ ആ ഒരു കുന്നും മലയും എല്ലാം നല്ല പച്ച പുതച്ചിങ്ങനെ നിൽക്കും. ആ ഒരു സമയത്ത് ശരിക്കും ഈ ഒരു അവലാഞ്ചി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇവിടുത്തെ കാഴ്ചകൾ വളരെ കുറവാണ് കാണാനുള്ളത്. പക്ഷേ ഇങ്ങോട്ട് വരുന്ന സമയത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. എന്തായാലും വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഇവിടെ നിന്നുള്ളൂ. നമ്മൾ കിന്നക്കോരയിലേക്ക് പോകുന്ന റൂട്ടിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും കുറച്ച് മുൻപോട്ട് പോയപ്പോഴേക്കും കിന്നക്കോരയിലേക്ക് പോകാൻ നമുക്കിപ്പം പെർമിഷൻ ഇല്ല. വേറെ ഒന്നുമല്ല, അവിടെ കുറച്ച് ആളുകളൊക്കെ പോയിട്ട് എന്തൊക്കെയോ പ്രശ്നമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കിയിട്ടേ ഇപ്പം പുറത്തുള്ള ആളുകൾക്ക് കിന്നക്കോരയിലേക്ക് എൻട്രൻസ് ഇല്ല. അത് എന്ത് കാര്യത്തിനാലേ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മൾ ചിലപ്പം നമ്മുടെ നാട്ടിലെ വലിയ ആളൊക്കെ ആയിരിക്കും. അതും കൊണ്ട് മറ്റു നാട്ടിൽ പോയിട്ടേ എന്തെങ്കിലുമൊക്കെ കളിച്ചാലേ തടി കേടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോവുകയാണെങ്കിൽ ആ ഒരു സ്ഥലം കാണുക, അവിടുത്തെ ഭംഗി ആസ്വദിക്കുക, തിരിച്ചു പോരുക. അതാണ് ഏറ്റവും നല്ലത്. എന്തായാലും അങ്ങനത്തെ എന്തോ ഒരു സംഭവം നടന്നുകൊണ്ട് തന്നെ ഇപ്പം കിന്നക്കോരയിലേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് ഊട്ടിയിൽ വന്ന് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. നാടുകാണി ചുരത്തിൽ ഒരു 1.5 മണിക്കൂർ ബ്ലോക്കും കിട്ടിയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഊട്ടിയിൽ പോകുന്ന സമയത്ത് ഊട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അവലാഞ്ചിയും അങ്ങനത്തെ ഭംഗിയുള്ള ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. ഊട്ടിയിൽ നിന്നും ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കണം. ഓക്കെ, ബൈ.